നിലപാടിൽ നിന്ന് തെല്ലിട വ്യതിചലിക്കാതെ കെ.ടി. ജലീൽ. ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരിൽ കൂടുതലും മുസ്ലിങ്ങൾ. മലബാറിലെ 200 കേസുകൾ ഞാൻ പരിശോധിച്ചു. അതിൽ 61% മുസ്ലിങ്ങൾ. ഇവരിൽ 99% ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവർ. മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDMA കടത്തു കേസുകളിലേക്ക് പിടിയിലാകുന്നതെന്ന കെ.ടി. ജലീൽ MLA പ്രസംഗത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തു വന്നെങ്കിലും ജലീൽ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മതപഠനമോ മതവിദ്യാഭ്യാസമോ ലഭിക്കാത്ത മറ്റു സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നില്ലെന്ന് മലപ്പുറത്ത് വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ കെ.ടി. ജലീൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെയാണ് താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചുകൊണ്ട് ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഓരോരുത്തരും അവനവനിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കണമെന്നും പിശകുകൾ തിരുത്തണമെന്നുമാണ് കെ.ടി. ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ മതവിദ്യാഭ്യാസം ലഭിക്കുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങൾ ഒരാൾ പോലും തെറ്റുകാരുടെ കൂട്ടത്തിൽ കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് തന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കമെന്നും അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നുവെന്നും കെ.ടി. ജലീൽ കൂട്ടിച്ചേർത്തു. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയപ്പെട്ട റഫീഖ് പാർക്കൽ, വസ്സലാം PSMO കോളേജ് സഹപാഠിയായ താങ്കൾ എന്റെ മുൻ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലിട്ട കുറിപ്പിനുള്ള മറുപടിയാണ് മുഖപുസ്തക പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലാ വിസ്ഡത്തിന്റെ ഇഫ്താർ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗമാണല്ലോ താങ്കളുടെ എഴുത്തിന്റെ അടിസ്ഥാനം. മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് എന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ ആധാരം. സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. രാസലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ വൈലത്തൂരിൽ വല്യുപ്പാനെയും വല്യുമാനെയുമാണ് കഴുത്തറുത്ത് കൊന്നത്. താങ്കൾ അത് ഓർക്കുന്നില്ലേ? താമരശ്ശേരിയിൽ രാസലഹരിക്കടിമയായ ഒരു കോളേജ് വിദ്യാർത്ഥി തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നതും നാം കേട്ടതല്ലേ? വെഞ്ഞാറമൂട്ടിൽ ഭ്രാന്ത് മൂത്ത് വല്യുമാനെയും മൂത്തമാനെയും അനിയനെയും പ്രണയിനിയെയും മാരകമാവിധം തലക്കടിച്ചു കൊന്നതും ഉമ്മ ആയുസിന്റെ ദൈർഘ്യം കൊണ്ട് രക്ഷപ്പെട്ടതും കേരളത്തെ ഞെട്ടിച്ച സംഭവമല്ലേ? മലയാള മനോരമ പത്രത്തിൽ 5-6 മാസത്തിനിടയിൽ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട 200 കേസുകൾ ഞാൻ പരിശോധിച്ചു. അതിൽ 61% മുസ്ലിം പേരുള്ളവരാണ്. അധികവും മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ. ജനസംഖ്യയുടെ മുസ്ലിം അനുപാതത്തിന്റെ പ്രാതിനിധ്യ തുലാസിലിട്ട് തൂക്കി നോക്കി ആരാണ് കൂടുതലെന്ന് വാദിക്കാൻ ഇത് ജോലി സംവരണം പോലെ ഉറപ്പുവരുത്തേണ്ടതല്ലോ. ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ 99% ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ഞാൻ കാര്യങ്ങൾ ഉണർത്തിയത്. ആ പ്രസംഗം ഞാനല്ല പുറത്തുവിട്ടത്. ആരെങ്കിലും അത് പുറത്തുവിടും എന്ന നിലയ്ക്കുമല്ല ഞാനത് ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ അഭിപ്രായപ്പെട്ടത്. പുറത്തുവിട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവേകികളുടെ മനസ്സെങ്കിലും ക്രിയാത്മകമായ ആലോചനകൾ ഉടലെടുത്താൽ അതിലും വലിയ ഒരു നന്മ വേറെയില്ലല്ലോ. വ്യക്തിപരമായി എന്നെ ഞാനാക്കിയതിൽ മതപഠനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല, കഞ്ചാവോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടില്ല. ആരെയെങ്കിലും അലോസരപ്പെടുത്തുമാറ് ഒരാളോടും അപമര്യാദയായി പെരുമാറിയിട്ടുമില്ല. ഒരു സിഗരറ്റെങ്കിലും വലിച്ചതായി എന്റെ കോളേജ് കാല കൂട്ടുകാരനായ താങ്കളുടെ ഓർമ്മയിലുണ്ടോ? സാമ്പത്തിക കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത ചെറുപ്പം തൊട്ടേ പുലർത്തിയിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി കൊടുക്കാത്ത സംഭവമോ ആരെങ്കിലും സാമ്പത്തികമായി പറ്റിച്ചേർപ്പാടോ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിന് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ യൂണിയൻ ഫണ്ടിൽ നിന്ന് 10 പൈസ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ചെലവിട്ടതായോ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. നടക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കേണ്ട സമയമല്ലേ നമ്മുടെ കോളേജ് കാലം. എന്റെ വീട്ടിൽ നിന്നും മദ്രസയിൽ നിന്നും എനിക്ക് കിട്ടിയ ശിക്ഷണമാണ് എന്നെയും താങ്കളെയും മറ്റു പലരെയും തെറ്റായ വഴികളിൽ നിന്ന് അകറ്റിയത്. സമാനമായ സാഹചര്യം പുതിയ കാലത്ത് കാണുന്നില്ലെന്ന മനോവേദനയാണ് ഇഫ്താർ മീറ്റിംഗിൽ പങ്കുവച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 3 വമ്പൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് എനിക്ക് ചുറ്റും സൂക്ഷ്മദർശിനിയുമായി വട്ടമിട്ട് പറഞ്ഞത്. ഒരു തരി സ്വർണമോ 1 രൂപയോ അനധികൃതമായി കണ്ടെത്താൻ കഴിയാതെ പോയത് എനിക്ക് കിട്ടിയ മതവിദ്യാഭ്യാസത്തിന്റെ കൂടി പിൻബലത്തിലാണ്. 100% ശുദ്ധനാണ് ഞാനെന്നല്ല പറയുന്നത്. തീർച്ചയായും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ പടച്ചവനോട് ക്ഷമാപണവും നടത്തുന്നുണ്ട്. പക്ഷെ ഒരാളെയും ചൂഷണം ചെയ്യുകയോ സാമ്പത്തികമായി പറ്റിക്കുകയോ ആരുടെയെങ്കിലും അവകാശം കവർന്നെടുക്കുകയോ അന്യായമായി ഏതെങ്കിലും വ്യക്തിയുടെ പൊരുത്തമില്ലാത്ത സ്വത്ത് വയറ്റിലാക്കുകയോ അനുഭവിക്കുകയോ ചെയ്ത ഒരു സംഭവവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാകും.
മറിച്ചൊരു അഭിപ്രായം താങ്കൾക്കോ മറ്റാർക്കെങ്കിലോ കോളേജ് ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സവിനയം ചൂണ്ടിക്കാണിച്ചാലും. പണത്തിന്റെ പുളുപ്പും ധാരാളിത്തവും അടിച്ചുപൊളിക്കലും ധൂർത്തൻ വിവാഹങ്ങളും കോടികൾ മുടക്കിയുള്ള വീട് നിർമ്മാണങ്ങളും വിലപിടിപ്പുള്ള വാഹനങ്ങളിലെ വിലസലും ബൈക്കുകളുടെ സൈലൻസർ പൊട്ടിച്ചുള്ള മരണപ്പാച്ചിലും മുസ്ലിം കേന്ദ്രീകൃത മേഖലകളിൽ നാൾക്കുനാൾ കൂടി വരികയാണ്. മതവിദ്യാഭ്യാസം ഇതിനൊക്കെ തടയിടേണ്ടതല്ലേ? അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മതനേതാക്കൾക്ക് മാത്രമേ ഇതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അവരതിന് മുന്നിട്ടിറങ്ങണമെന്ന ആഗ്രഹമാണ് ഈ വിനീതൻ പ്രകടിപ്പിച്ചത്. മദ്രസ വിദ്യാഭ്യാസം പരീക്ഷ കേന്ദ്രീകൃതമായി മാറിയത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഡിസ്റ്റിങ്ഷനും ഫുൾ A+ഉം റാങ്കിങ്ങും ഒക്കെ മതപഠനത്തിലേക്ക് കടന്നു വന്നതോടെ ധാർമ്മിക മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നത് കുറഞ്ഞു പോയോ എന്ന സ്നേഹമാണ് ഇഫ്താർ സന്ദേശത്തിൽ നിരീക്ഷിച്ചത്. അൺഎയ്ഡഡ് സ്കൂളുകൾ വ്യാപകമായതോടെ നമ്മളൊക്കെ പഠിച്ച പരമ്പരാഗത മദ്രസ പഠനം അത്തരം സ്കൂളുകളിലേക്ക് മാറിയതും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ എന്ന എന്റെ സംശയം പ്രകടിപ്പിച്ചതിൽ എന്താണ് തെറ്റ്? സ്വസമുദായത്തിനകത്തെ അരുതായ്മകളും അനഭിലഷണീയ പ്രവണതകളും ചൂണ്ടിക്കാണിച്ചാൽ അതെങ്ങനെ മഹാപാപമാകും? കുരുടൻ ആനയെ കണ്ട പോലെയല്ല രാസലഹരിയുടെ വ്യാപനത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഓരോരുത്തരും അവനവനിലേക്കും അവനവന്റെ കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കുക, പിശകുകൾ തിരുത്തുക. കാടടച്ച് വെടിവെച്ചു പോയിട്ട് കാര്യമില്ല, കൃത്യമായി പറഞ്ഞു പോകണം. അത് സമുദായ അവഹേളനമല്ല, സമുദായവും സമൂഹവും നന്നാകണമെന്ന അടങ്ങാത്ത അഭിലാഷമാണ്. എന്റെ നിരീക്ഷണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒറ്റ ലഹരി കേസും ഒരു മുസ്ലിം പേരുകാരന്റെ പേരിൽ ചാർത്തപ്പെടാതിരുന്നാൽ അത് സമൂഹത്തിൽ എല്ലാവർക്കും പാഠമാകും. സംഖ്യകളും കുസംഖ്യകളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഖുർആനിൽ അങ്ങനെയുണ്ടോ? തിരുനബിയുടെ ചര്യകളിൽ അങ്ങനെയുണ്ടോ? എല്ലാവർക്കും മാതൃകയാകേണ്ട ഉത്തമ സമുദായമല്ലേ മുസ്ലിങ്ങൾ? ആ ഉത്തരവാദിത്തം സമുദായം ഒന്നിച്ച് നിർവഹിക്കേണ്ട സമയമാണിത്. വൈകിയാൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടമാകും. അത് സഹിക്കാൻ ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്കാകില്ല. ഒന്നിൽ നിന്നേ നമുക്ക് എണ്ണി തുടങ്ങാനാകും. അങ്ങനെ തുടങ്ങരുതെന്ന് ശാഠ്യം പിടിച്ചാൽ ഒരിക്കലും നമുക്ക് എണ്ണാനാകില്ല. ഇനിയും മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടാതിരിക്കാൻ അവനവനിൽ നിന്ന് എണ്ണി തുടങ്ങിയേ പറ്റൂ. അതൊരു അപരാധമാണെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. പൂർവോപരി ശക്തിയോടെ വിസ്ഡം ഇഫ്താറിൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. രാസലഹരി വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പൊരുതാം. തീർത്തും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പ്രസംഗത്തിലും എഴുത്തിലും പറഞ്ഞത്. ഇതിൽ CPM-നോ ഇടതുമുന്നണിക്കോ യാതൊരു പങ്കുമില്ല. വെറുതെ ആ പാവങ്ങളുടെ മെക്കിട്ട് കയറരുത് പ്ലീസ്.